ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ടൗണിലെ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് അഞ്ചരക്കണ്ടിയിലെ വ്യാപാരികൾ പ്രക്ഷോഭം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. സൂചനാ സമരം എന്ന നിലയ്ക്ക് വേങ്ങാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. NK മുഹമ്മദ് അഞ്ചരക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളും കണ്ണൂർ റോഡിലെ വ്യാപാരികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും, സ്ഥലത്ത് തമ്പടിക്കുന്ന നാടോടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും, കണ്ണൂർ റോഡിലെ മഴവെള്ള പ്രശ്നവും തുടങ്ങി നിരവധി ആവലാതികൾ ഉയർത്തിയാണ് സമരം. പക്ഷെ യാതൊരു മാനദണ്ഡവുമില്ലാത്ത രീതിയിൽ ആർക്ക് തോന്നിയാന്നറിയില്ല, പഞ്ചായത്ത് അധികം ഗവൺമെന്റ് പറയുന്നത് പഞ്ചായത്തിന്റെ ഫണ്ടിന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ പഞ്ചായത്തിന്റെ നാനോന്മുഖ വികസന പ്രവർത്തനങ്ങളും അതിന്റെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം വ്യാപാരികളായിപ്പോ സംശയിക്കുക. മുൻകാലത്ത് ഒരിക്കൽ 50 രൂപ ഉണ്ടായ ലൈസൻസ് ഒരൊറ്റയടിക്ക് 500 രൂപ ആക്കി. നമ്മൾ ഒരുപാട് സമരം ചെയ്ത് ചില ആളുകൾ കുറച്ചു കൊടുത്തു. പിന്നീട് വീണ്ടും അത് 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും 500 നിജപ്പെടുത്തി. ഏറ്റവും ചുരുങ്ങിയ ലൈസൻസ് 500 രൂപ, പിന്നെ അതിലോട്ട് മുകളിലോട്ടാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു വിഭാഗം കച്ചവടക്കാർ മാത്രം ഏറ്റെടുക്കേണ്ട അവസ്ഥയിലുള്ളത്. നമുക്കറിയാം, ഒരു വീട്ടു നികുതി കൂട്ടിയാൽ, മറ്റെന്തെങ്കിലും കൂട്ടിയാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മറ്റാളുകളൊക്കെ സമരം ചെയ്യും. നമ്മളെ കാര്യത്തിൽ സമരം ചെയ്യാൻ പറ്റാതെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്കും പ്രയാസം. കാരണം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന ആളുകളാണ് നമ്മൾ. വലിയ വാടക കൊടുത്ത് ബസ് സ്റ്റാൻഡിൽ കച്ചവടം തുടങ്ങിയെങ്കിലും അഞ്ചരക്കണ്ടിയിലൂടെ ഓടുന്ന 75% ബസ്സുകളും സ്റ്റാൻഡിൽ കയറുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. വർഷങ്ങളോളമായി തമ്പടിച്ചിരിക്കുന്ന നാടോടികളുടെ വാസം കൊണ്ട് ബസ് സ്റ്റാൻഡ് പരിസരവും വൃത്തിഹീനമാവുകയാണ്. ഇത് പലവട്ടം പഞ്ചായത്ത് അധികൃതരുടെ മുൻപിൽ നിവേദനം മുഖേന അറിയിച്ചെങ്കിലും ഇതുവരെയും ശാശ്വത പരിഹാരം ഉണ്ടായില്ല. മഴ വന്നാൽ മയിലാടി മുതലുള്ള കല്ലും മണ്ണും മാലിന്യങ്ങളും വന്ന് കണ്ണൂർ റോഡിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ അടിയുന്നതും, വെയിൽ വന്നാൽ പൊടിയായി മാറി പൊടി ശല്യമാവുന്നതും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ കാര്യം പല പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരുടെയും PWD അധികൃതരുടെയും മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. വർദ്ധിച്ചു വരുന്ന തെരുവ് വ്യാപാരം ഉയർത്തുന്ന വെല്ലുവിളിയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. രതീശൻ മമ്പറം അധ്യക്ഷനായി, പ്രവീൺ രാജ് മമ്പറം, KP നാസർ, സുനി മമ്പറം, KP മോഹനൻ, KK ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.